നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ അവളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത് വരെയും മാതാപിതാക്കൾ എത്രമാത്രം തീ തിന്നുന്നുണ്ടാകും. മക്കളെ പഠിപ്പിക്കാനും നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചയക്കാനും വട്ടിപ്പലിശക്കാരിൽ നിന്ന് പോലും പണം കടം വാങ്ങുന്നവരുണ്ട്. എന്നാൽ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാലോ ഭീഷണിയും മാനഹാനിയും. തിരുവനന്തപുരം കല്ലമ്പലത്ത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണി ഒരു പെൺകുട്ടിയുടെ ഭാവിയും സ്വപ്നങ്ങളുമാണ് തകർത്തത്. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി. അതിൽ മനം നൊന്ത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ബ്ലേഡ് മാഫിയ സംഘം പെൺകുട്ടിയെ വിവാഹം കഴിക്കാനിരുന്ന യുവാവിൻ്റെ വീട്ടിലും അവരുടെ അയൽ വീടുകളിലും പോയി ഭീഷണിപ്പെടുത്തിയതോടെയാണ് കല്യാണം മുടങ്ങിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശിയായ 23 വയസ്സുള്ള കാജൽ എന്ന പെൺകുട്ടിയാണ് ജീവനെടുക്കാൻ ശ്രമം നടത്തിയത്. അമിത ഗുളികകൾ കഴിച്ച് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ച കൊല്ലം സ്വദേശിയായ യുവാവിന്റെ വീട്ടിൽ ബ്ലേഡ് മാഫിയ സംഘം 3 വാഹനങ്ങളായി എത്തുകയും പെൺകുട്ടിയുടെ മാതാവ് പണം നൽകാനുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. പണം കിട്ടാത്തതിനാൽ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നും അല്ലെങ്കിൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. തുടർന്ന് യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ ഉണ്ടാക്കണ്ട, എന്റെ പണം തന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഈ പൈസ കല്ലമ്പലം ഞെക്കാട് സ്വദേശികളായ സുനി, നിഷ, അൻസാരി, ബ്രൗൺ, രമണി, മഞ്ജു തുടങ്ങി കണ്ടാലറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയുമാണ് കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പലിശ കിട്ടിയില്ലെന്നാരോപിച്ച് ബ്ലേഡ് മാഫിയ നിരവധി തവണ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്ന് കല്യാണം മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പെൺകുട്ടിയുടെ അമ്മ പറയുന്നു. അവരൊക്കെ എന്തോ ചോദിക്കുന്നു, എന്തോ അത് എങ്ങനെ മോളെ മുടങ്ങിയെന്ന് ചോദിക്കൂലേ. ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കൂലേ എന്തുകൊണ്ട് കൊച്ചിന്റെ കല്യാണം മുടങ്ങിയത്. അതല്ലേ പറഞ്ഞ ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റാണ്, ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. ബ്രൗൺ ആറ്റിങ്ങന്തോ കുണ്ടയങ്ങണ്ടാണ്, അതിനെ പറ്റി എനിക്കറിയത്തില്ല. ഈ പോയ വ്യക്തികളെയൊക്കെ ഇവരെ എനിക്കറിയുള്ളൂ. അവിടെ കുറെ പേര് ഇന്ന് അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിഷയ്ക്കറിയാം ബ്രൗൺ ആരാണെന്നും എന്താണെന്നുള്ള വിവരം മൊത്തവും നിഷയ്ക്കറിയാം. അവരുമായിട്ടാണ് കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം. ഈ അവർ ഇവരെ കൊണ്ടുപോയി 30 ഗുണ്ടാൾക്ക് 10-30 പേര് 3 വണ്ടിയിലാണ് പോയത്. ബാക്കി എല്ലാവരും റോഡിൽ അവരെ ഒരു ഇട റോഡാണ് അവിടെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നീതി ലഭിക്കുമെന്ന് അവർ പറയുന്നതല്ലാതെ ഇവരെ അകത്തിട്ടാൽ ഞാൻ അവർക്ക് സല്യൂട്ട് ചെയ്യും നീതി ലഭിച്ചെന്ന്. ഇവരെ ഈ പോയവരെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഇനിയിപ്പോൾ നടന്നില്ലെങ്കിലും എനിക്ക് സമാധാനം. ഇവരെ ഞാനും എൻ്റെ മോളോട് ചേർന്നവരെ ജയിലിനകത്താക്കണം, എനിക്കാക്കണം. ഇനി ഒരു കൊച്ചുങ്ങൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവല്ലേ. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന് യുവാവിന്റെ വീട്ടുകാർ അറിയിച്ചെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് പെൺകുട്ടി ഇപ്പോഴും. കല്യാണം കഴിഞ്ഞ ഉണ്ടാക്കണ്ട. ന്യൂസ് 18 തിരുവനന്തപുരം.